അസ്സലാമു അലൈക്കും. 2019 SSLC പരീക്ഷാ പേപ്പറാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇത് വിശദമായി കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും എന്താണ് ചെയ്യേണ്ടത് എന്ന് മുകളിൽ നൽകിയിരിക്കുന്നു. ഇഖ്തർ അൽ മുതറാദിഫ് മിനൽ ഹിലാലൈനി. ഇഖ്തർ തെരഞ്ഞെടുക്കുക, അൽ മുതറാദിഫ് പര്യായ പദങ്ങൾ തിരഞ്ഞെടുക്കുക, മിനൽ ഹിലാലൈനി ബ്രാക്കറ്റിൽ നിന്ന്. പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു വാക്ക്. ഒന്നാമത്തേത് നൽകിയിരിക്കുന്നു വാലിദത്ത് എന്ന്. വാലിദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പ, വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ. ഉമ്മ എന്ന അർത്ഥത്തിലുള്ള വാക്ക് ഏതാണ്? മൂന്നാമത്തെ വാക്ക് ഉമ്മ് എന്ന് തന്നെയാണ്. അപ്പോൾ ഉമ്മുൻ എന്നതാണ് അതിൻ്റെ ഉത്തരം. വാലിദത്തുൻ ഉമ്മുൻ. രണ്ടാമത്തേത് മവദ്ദത്തുൻ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ് അർത്ഥം. താഴെ നൽകിയിരിക്കുന്നതിൽ ഹുബ്, ഗളബ്, ഹുസ്ന്, സുറൂർ. സുറൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. ഹുസ്ന് എന്നാൽ ദുഃഖം, ഗളബ് എന്നാൽ ദേഷ്യം, ഹുബ് സ്നേഹം. അപ്പൊ മവദ്ദത്ത് എന്നാൽ സ്നേഹമാണ്. അതുകൊണ്ട് അതിനോട് യോജിക്കുന്നത് ഹുബ് എന്ന വാക്കാണ്. 3 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇഖ്തർ അൽ ജവാബ് സ്വഹീഹ മിനൽ ഹിലാലൈൻ. ഇഖ്തർ തെരഞ്ഞെടുക്കുക, അൽ ജവാബ് അസ്വഹീഹ് ശരിയായ ഉത്തരം, മിനൽ ഹിലാലൈനി ബ്രാക്കറ്റിൽ നിന്ന്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മഅറൂഫ് റുസാഫി ഷാഇറുൻ. മഅറൂഫ് റുസാഫി കവിയാണ്. ഇറാഖിയുൻ, മിസ്രിയുൻ, ഫിലസ്തീനിയുൻ, ഹിന്ദിയുൻ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇറാഖിയാണോ, ഇറാഖിൽ ജനിച്ച ആളാണോ, മിസ്രിയാണോ, ഫലസ്തീനിയാണോ, ഹിന്ദിയാണോ? മഅറൂഫ് റുസാഫിയെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ആദ്യത്തെ വരിയിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുമ്പോൾ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നു അദ്ദേഹം ഷാഇറുൻ ഇറാഖിയുൻ. അദ്ദേഹം ഒരു ഇറാഖി കവിയാണ്. ഇറാഖ് ആണ് അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറാഖിയുൻ എന്നതാണ് ശരി. 4ാമത്തെ ചോദ്യം, മുഅല്ലിഫു വാ ഇസ്ലാമ. വാ ഇസ്ലാമ എന്ന പുസ്തകം രചിച്ചതാരാണ്? അലി അഹ്മദ് ബാക്കസീർ. അലി അഹ്മദ് ബാക്കസീർ ആണ് വാ ഇസ്ലാമ എന്ന പുസ്തകം രചിച്ചത്. 5ാമത്തെ നോക്കാം. അസ്തർ അൽ അംർ അൽ മലിക്കി ബി തഅലീമി ലുഗത്തിൽ അറബിയ. അസ്തറ പുറപ്പെടുവിച്ചു, അൽ അംർ അൽ മലിക്കി രാജശാസന പുറപ്പെടുവിച്ചു, രാജകൽപ്പന പുറപ്പെടുവിച്ചു, ബി തഅലീമി ലുഗത്തിൽ അറബിയ അറബി ഭാഷ പഠിപ്പിക്കുവാനുള്ള രാജശാസന പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. ആദ്യത്തെ തന്നെയാണ് ശ്രീമൂലം തിരുനാൾ എന്നാണ് അതിൻ്റെ ഉത്തരം. 6ാമത്തെ ചോദ്യം, കമ്മിലിൽ ഫറാവ് കമാ ഫിൽ മിസാൽ. കമ്മിൽ പൂരിപ്പിക്കുക, പൂർത്തിയാക്കുക അല്ലെങ്കിൽ പൂരിപ്പിക്കുക. അൽ ഫറാവ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. കമാ എന്നാൽ പോലെ എന്നാണ്. ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഫാക്കിഹത്തുൻ ഫവാക്കിഹുൻ. അപ്പോൾ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നു. ഫാക്കിഹത്ത് എന്ന മുഫ്രദ് നൽകി അതിൻ്റെ ജം ആണ് മറുഭാഗത്ത് നൽകിയിരിക്കുന്നത് ഫവാക്കിഹ് പഴങ്ങൾ. അതുപോലെ ഫായിദത്തുൻ എന്ന ഏകവചനം നൽകിയിരിക്കുന്നു. അവിടെ മറുഭാഗത്ത് ഡേഷ് ആണ് ഇട്ടത്. ഫായിദത്തുൻ എന്നതിൻ്റെ ജം ആണ് എഴുതേണ്ടത്, അതിൻ്റെ പ്ലൂരൽ അഥവാ ബഹുവചനമാണ് എഴുതേണ്ടത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഫായിദത്തുൻ എന്നതിൻ്റെ ജം എന്താണ്? ഫവായിദുൻ. ഫവായിദുൻ എന്നാണ് ഫായിദത്തുൻ എന്നതിൻ്റെ ജം. 7ാമത്തെ ചോദ്യം, കമ്മിലിൽ ഖാനാത്ത്. ഈ കോളങ്ങൾ പൂരിപ്പിക്കുക. എങ്ങനെയാണിത് പൂരിപ്പിക്കേണ്ടത് എന്ന് അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. 1ാമത്തെ കോളത്തിൽ ഏറ്റവും മുകളിൽ മുസ്ലിമുൻ എന്ന് കാണാം. താഴത്തെ കോളത്തിൽ മുഅല്ലിമത്തുൻ. മുഅല്ലിമത്തുൻ എന്ന് പറഞ്ഞാൽ അധ്യാപിക എന്നാണ്. 2ാമത്തെ കോളത്തിലോ ദിറാസാത്തുൻ, മുതഖല്ലിഫൂന. അപ്പോൾ 2ാമത്തെ ഈ കോളത്തിലുള്ളതൊക്കെ ജംഉകളാണ്. 1ാമത്തെ കോളത്തിലുള്ളതൊക്കെ മുഫ്രദുകളാണ്. അപ്പോൾ എന്നാൽ 1ാമത്തെ കോളത്തിൽ 2 ഒഴിഞ്ഞു കിടക്കുന്നു, 2ാമത്തെ കോളത്തിലും 2 ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ
ഒന്നാമത്തതിൻ്റെ മുസ്ലിം എന്നതിൻ്റെ ജം ആണ് നമ്മൾ എഴുതേണ്ടത്. ദിറാസാത്തുൻ എന്നതിൻ്റെ മുഫ്രദ് എഴുതണം. മുതഖല്ലിഫൂന എന്നതിൻ്റെ മുഫ്രദ്, മുതഅല്ലിമത്തുൻ എന്നതിൻ്റെ ജം, ഇതാണ് എഴുതേണ്ടത് എന്ന് ഇത് നോക്കിയാൽ മനസ്സിലാകും. മുസ്ലിമുൻ എന്നതിൻ്റെ ജം മുസ്ലിമൂന എന്നാണ്. മുസ്ലിമൂന, അവസാനം വാവും നൂനും ചേർത്ത് കൊടുത്താൽ അതിന് ജമ്മുണ്ടാക്കാം, മുസ്ലിമൂന. ദിറാസാത്തുൻ എന്നതിൻ്റെ ജമ്മ് അതിൻ്റെ മുഫ്രദ് ഉണ്ടാക്കണം. ദിറാസാത്തുൻ എന്നത് ജം ആണ്, അതിൻ്റെ മുഫ്രദാണ് ഉണ്ടാക്കേണ്ടത്. ദിറാസത്തുൻ. ദിറാസാത്തുൻ എന്നത് നമുക്കറിയാം ജമ്മ് മുഅന്നസ് സാലിമാണ്. അവസാനം അലിഫും താവും വർദ്ധിപ്പിച്ചുകൊണ്ട് ജമ്മുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുഫ്രദ് ഉണ്ടാക്കണമെങ്കിൽ ആ അലിഫും താവും ഒഴിവാക്കിയ ശേഷം അവസാനം ചെറിയ താവ് ചേർത്താൽ മതി. അപ്പോൾ ദിറാസത്തുൻ എന്നാവും. അപ്പോൾ ദിറാസത്തുൻ എന്നതിൻ്റെ ജം ആണ് ദിറാസാത്ത്. മുതഖല്ലിഫൂന അതിൻ്റെ അവസാനം വാവും നൂനും ചേർത്തുകൊണ്ട് ജമ്മുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുഫ്രദ് ഉണ്ടാക്കാൻ ആ വാവും നൂനും അങ്ങ് ഒഴിവാക്കുക. മുതഖല്ലിഫുൻ. മുതഖല്ലിഫുൻ എന്നതിൻ്റെ ജമ്മ് മുതഖല്ലിഫൂൻ. ഇനി മുഅല്ലിമത്തുൻ. മുഅല്ലിമത്തുൻ എന്നതിൻ്റെ ജമ്മുണ്ടാക്കാൻ അവസാനത്തിലുള്ള ആ ചെറിയ താവ് അങ്ങ് ഒഴിവാക്കിയിട്ട് പകരം അലിഫും താവും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ജമ്മ് മുഅന്നസ് സാലിമാണ് ഉണ്ടാക്കുക. മുഅല്ലിമാത്തുൻ. അപ്പം മുഅല്ലിമത്തുൻ എന്നതിന് ജമ്മാണ് മുഅല്ലിമാത്ത്. ഒന്നുകൂടി പറയാം. മുസ്ലിമുൻ മുസ്ലിമൂന, ദിറാസത്തുൻ ദിറാസാത്തുൻ, മുതഖല്ലിഫുൻ മുതഖല്ലിഫൂന, മുഅല്ലിമത്തുൻ മുഅല്ലിമാത്തുൻ. ഇഖ്തർ അത്തസ്രീഹാത്ത് മാ തുവാഫിഖു ലിസ്സുത്തൂർ. ഇഖ്തർ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അത്തസ്രീഹാത്ത് പ്രസ്താവനകളെ, മാ തുവാഫിഖു യോജിക്കുന്ന, ലിസ്സുത്തൂരി ഈ കവിതയിലെ കവിതാ വരികളോട് യോജിക്കുന്ന പ്രസ്താവനകൾ താഴെ നിന്ന് തിരഞ്ഞെടുക്കുക. ഹും ലവ്വതു നിഅമൽ ഇലാഹി വഹവ്വലു തിൽകൽ ഫവാകിഹ ലിൽ ഉഖൂലി തുഖമ്മിറു സക്റാനു യൻദുറു ലിൽ ഹയാതി കഅന്നഹു മലികുൻ അലാ കുല്ലിൽ ഉമൂരി യുസൈതിറു. ഹും ലവ്വതു അവർ മലിനമാക്കി, നിഅമല്ലാഹി അല്ലാഹുവിൻ്റെ, നിഅമൽ ഇലാഹി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, വഹവ്വലു എന്നിട്ട് അവർ അതിനെ മാറ്റിമറിച്ചു, തിൽക്കൽ ഫവാക്കി ആ പഴങ്ങളെ അവർ മാറ്റിമറിച്ചു, ലിൽ ഉഖൂലി തുഖമ്മിറു ബുദ്ധിയെ മത്ത് പിടിപ്പിക്കുന്ന രൂപത്തിലേക്ക് പഴങ്ങൾ അവർ മാറ്റിമറിച്ചു. അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് പഴങ്ങൾ. ആ പഴങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം മനുഷ്യന്റെ ബുദ്ധിയെ മത്ത് പിടിപ്പിക്കുന്ന ശൈലിയിലുള്ള മദ്യം നിർമ്മിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗിച്ചു. ആ അലിഫ് അതിനോട് യോജിക്കുന്ന വരി ഏതാണ് താഴെയുള്ളത്? മൂന്നാമത്തെ വരിയാണ് താഴെയുള്ള. യുലവ്വിസു നാസു നിഅമത്തല്ലാഹി തആല ബിസുൻഇൽ ഖുമൂരി മിനൽ ഫവാകിഹി. ഇനി രണ്ടാമത്തെ വരി നോക്കാം. സക്റാനു യൻദുറു ലിൽ ഹയാതി കഅന്നഹു മലികുൻ അലാ കുല്ലിൽ ഉമൂരി യുസൈതിറു. സക്റാനു മദ്യപാനി, യൻദുറു അവൻ നോക്കും, ലിൽ ഹയാത്തി ജീവിതത്തെ, അവൻ ജീവിതത്തെ നോക്കിക്കാണുക എങ്ങനെയാണ്? കഅന്നഹു മലികുൻ അവനൊരു രാജാവാണെന്ന പോലെയാണ്. അലാ കുല്ലിൽ ഉമൂരി എല്ലാ കാര്യത്തിലും യുസൈതിറു അധികാരം വാഴുന്ന, എല്ലാ കാര്യത്തിലും അധികാരിയായ ഒരു രാജാവാണ് ഞാൻ എന്ന നിലയിലാണ് ഒരു മദ്യപാനി സ്വന്തം ജീവിതത്തെ നോക്കിക്കാണുക. അപ്പോൾ അതിനോട് യോജിക്കുന്ന വരി ഏതാണ്? ഒന്നാമത്തെ വരിയാണ്. യഹ്സബു ശാരിബുൽ ഖംരി അന്നഹു മലികുൻ ഖവിയുൻ യുദബ്ബിറുൽ ഉമൂറ കുല്ലഹാ. 9 മുതൽ 16 വരെയുള്ള ഏതെങ്കിലും 6 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. 9ാമത്തെ ചോദ്യം നോക്കാം. ഇഖ്റ അൽ ഫിഖ്റത്തൽ ആതിയ വ അൻശി മിൻഹ സലാസ അസ്ഇല ബിസ്തിഖ്ദാമി ഐന മാദ മൻ. ഇഖ്റ വായിക്കുക, അൽ ഫിഖ്റ പാരഗ്രാഫ്, അൽ ആതിയ താഴെ വരുന്ന പാരഗ്രാഫ് വായിക്കുക. വ അൻശി എന്നിട്ടുണ്ടാക്കുക, മിൻഹ അതിൽ നിന്ന്, ആ പാരഗ്രാഫിൽ നിന്ന് ഉണ്ടാക്കുക, സലാസ അസ്ഇല 3 ചോദ്യങ്ങൾ, ബിസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട്, ഐന മാദ മൻ, ഐന മാദ മൻ എന്നീ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് 3 ചോദ്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ പാരഗ്രാഫ് വായിച്ചു നോക്കാം. തബ്തസിമുൽ അസ്ഹാറു ഫിൽ ബസാത്തീൻ. തബ്തസിമു പുഞ്ചിരിക്കുന്നു, അൽ അസ്ഹാറു പൂക്കൾ, ഫിൽ ബസാത്തീൻ തോട്ടങ്ങളിൽ.
പൂന്തോട്ടങ്ങളിൽ പൂക്കൾ പുഞ്ചിരിക്കുന്നു. എവിടെയാണ് പൂക്കൾ പുഞ്ചിരിക്കുന്നത്? ഐന തബ്തസിമുൽ അസ്ഹാറു, ഒന്നാമത്തെ ചോദ്യമായി. ഐന എന്ന് പറഞ്ഞാൽ എവിടെ? ഉത്തരം ഫിൽ ബസാത്തീൻ, പൂന്തോട്ടങ്ങളിൽ. ബുസ്താനിൻ എന്നതിൻ്റെ ജംആണ് ബസാത്തീൻ. അപ്പോൾ ഫിൽ ബസാത്തീൻ എന്ന ഉത്തരം ഒഴിവാക്കിയിട്ട് ഐന തബ്തസിമുൽ അസ്ഹാറു, പൂക്കൾ എവിടെയാണ് പുഞ്ചിരിക്കുന്നത്? ഉത്തരം ഫിൽ ബസാത്തീൻ, തോട്ടങ്ങളിൽ, പൂന്തോട്ടങ്ങളിലാണ്. ഇനി രണ്ടാമത്തെ, അതിന് ശേഷം നോക്കാം. വ തന്തശിറു ത്വീബു, സുഗന്ധം പരക്കുന്നു. വ തന്തശിറു അത്വീബു, വ തന്തശിറു പരക്കുന്നു, അത്വീബു സുഗന്ധം. മാതാ തന്തശിറു, എന്താണ് പരക്കുന്നത്? ഉത്തരമാണ് അത്വീബു. ഉത്തരം ആണ് ത്വീബ്, സുഗന്ധം. ആ ത്വീബ് എന്നത് ഒഴിവാക്കിയിട്ട് ബാക്കി മാത്രം. വ തന്തശിറു, മാതാ തന്തശിറു. വേണമെങ്കിൽ പൂന്തോട്ടത്തിൽ എന്താണ് പരക്കുന്നത് എന്നും വേണമെങ്കിൽ എഴുതാം. മാതാ തന്തശിറു ഫിൽ ബസാത്തീൻ, പൂന്തോട്ടങ്ങളിൽ എന്താണ് പരക്കുന്നത്? അത്വീബു, സുഗന്ധം. അപ്പോൾ 2 ചോദ്യം ഉണ്ടാക്കി. വ തർഖുസു തുയൂറു, കിളികൾ നൃത്തം ചെയ്യുന്നു. വയർഫഉൽ ഔലാദു, കുട്ടികൾ ഉയർത്തുന്നു. അൽ അസ്വാത്ത്, ശബ്ദം ഉയർത്തുന്നു അഥവാ ശബ്ദമുണ്ടാക്കുന്നു. ബി ഫറഹിം വ സുറൂർ, സന്തോഷത്തോടെ. ഫറഹ് സുറൂർ രണ്ടും സന്തോഷമാണ്. സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും എന്ന് വേണമെങ്കിലൊക്കെ ചേർത്ത് പറയാം. രണ്ടും ആഹ്ലാദം, സന്തോഷം എന്ന് തന്നെ രണ്ടിൻ്റെ അർത്ഥം. അപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ ശബ്ദമുയർത്തുന്നു. ആരാണ് ശബ്ദമുയർത്തുന്നത്? മൻ യർഫഉൽ അസ്വാത്ത്, ഔലാദു എന്നതാണ് ഒഴിവാക്കുക. ഔലാദാണല്ലോ അതിന് ഉത്തരമായി വരിക, കുട്ടികൾ. അപ്പോൾ ഔലാദ് എന്ന വാക്ക് ഒഴിവാക്കി മൻ, ആര്? യർഫഉ അൽ അസ്വാതു ബി ഫറഹിം വ സുറൂർ, സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആരാണ് ശബ്ദമുയർത്തുന്നത്? മൻ യർഫഉൽ അസ്വാത് ബി ഫറഹിൻ വ സുറൂർ. അപ്പോൾ അതിന് ഉത്തരം അൽ ഔലാദ് എന്നായിരിക്കും. അപ്പോൾ ആ സെന്റൻസിൽ ഉത്തരമായിട്ട് വരുന്ന ഭാഗം ഒഴിവാക്കി കളയുക, അൽ ഔലാദ്. എന്നിട്ട് മൻ എന്ന് തുടക്കത്തിൽ ചേർക്കുക. മൻ യർഫഉൽ അസ്വാത് ബി ഫറഹിൻ വ സുറൂർ. അപ്പോൾ 3 ചോദ്യം, വളരെ സിമ്പിൾ. ഇനി 10ാമത്തെ ചോദ്യം. ഇഖ്റ തർജമത്തുൽ ഹയാത്ത് ലി ഇറാ സിംഗാൾ വ അജിബ് ലിൽ അസ്ഇലത്തി താലിയ. ഇഖ്റ, വായിക്കുക. തർജമത്തുൽ ഹയാത്ത്, ജീവചരിത്രം. ലി ഇറാ സിംഗാൾ, ഇറാ സിംഗാളിലെ ജീവചരിത്രം വായിക്കുക. വ അജിബ്, എന്നിട്ട് ഉത്തരം എഴുതുക. ലിൽ അസ്ഇലത്തി, ചോദ്യങ്ങൾക്ക്. അത്താലിയ, താഴെ വരുന്ന. അതിന് താഴെ ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾക്ക് എഴുതാൻ വരുമ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ്, മുകളിൽ നൽകിയിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, അത് 2-3 തവണയെങ്കിലും നമ്മൾ വായിച്ചു നോക്കണം. ഇറാ സിംഗാൾ ഷാബത്തുൻ മഷ്ഹൂറത്തുൻ തഅമലു ഫീ മജാലിൽ ഖിദ്മത്തിൽ ഇദാരിയ അൽ ഹിന്ദിയ അഖ്സമത് ബിത്തഗല്ലുബി അലൽ ഇയാഖാതി വലൻ തഹ്റുബ മിൻ ഹവാദിസിൽ ഹയാതി വ കവാരിസിഹ. ഇറാ സിംഗാൾ ഷാബത്തുൻ, അവൾ ഒരു യുവതിയാണ്. മഷ്ഹൂറത്തുൻ, പ്രസിദ്ധയായ യുവതിയാണ് ഇറാ സിംഗാൾ. തഅമലു, അവൾ ജോലി ചെയ്യുന്നു, അവൾ പ്രവർത്തിക്കുന്നു. ഫി മജാലി, മേഖലയിൽ. എന്ത് മേഖലയാ? അൽ ഖിദ്മത്തിൽ ഇദാരിയ അൽ ഹിന്ദിയ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS എന്നതിൻ്റെ അറബിയാണ് അൽ ഖിദ്മത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ. അൽ ഹിന്ദിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ, ഇദാരിയ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ്, അൽ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൻ്റെ ചുരുക്കരൂപമാണ് IAS. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അഖ്സമത്, അവൾ ഉറപ്പിച്ചു. ബിത്തഗല്ലുബി, മറികടക്കുമെന്ന്. അലിൽ ഇയാഖാത്ത്, പ്രയാസങ്ങളിൽ, അതാ അവരുടെ ബുദ്ധിമുട്ടുകളെ മറികടക്കുമെന്ന് അവൾ തീരുമാനിച്ചു. വലൻ തഹ്റുബ, അവൾ ഓടി ഒളിക്കുകയില്ല എന്നും. മിൻ ഹവാദിസിൽ ഹയാത്തി വ കവാരിസിഹ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഓടി ഒളിക്കുകയില്ല എന്നും അവൾ ഉറപ്പിച്ചു. അവൾ സത്യം ചെയ്തു, അവൾ ഉറപ്പിച്ചു. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു ഭാഗമാണ്. അത് അതേ വരി തന്നെയാണ് ഇവിടെ ചോദ്യമായി തന്നിരിക്കുന്നത്. ഇനി ഇവിടെ താഴെ ഒരു 3 ചോദ്യമുണ്ട്. ആ ചോദ്യം നോക്കാം. ഫി അയ്യി മജാലിൻ തഅമലു ഇറാ സിംഗാൾ. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നമുക്കറിയില്ല എന്ന് വെക്കുക. അപ്പോൾ ഫി അയ്യി മജാൽ, ഏത് മേഖലയിലാണ് തഅമലു ഇറാ സിംഗാൾ ജോലി ചെയ്യുന്നത്? തഅമലു ഫി മജാലിൽ ഖിദ്മത്തിൽ ഇദാരിയ അൽ ഹിന്ദിയ. വളരെ വ്യക്തമായിട്ട് അതേ ഉത്തരം പോലെ ആ വാചകം നൽകിയിരിക്കുകയാണ്. ഫി മജാലിൽ ഖിദ്മത്തിൽ ഇദാരിയ അൽ ഹിന്ദിയ. വളരെ വ്യക്തമായിട്ട്, അർത്ഥം അറിയില്ലെങ്കിൽ പോലും എഴുതാൻ പറ്റുന്ന വിധം ഇവിടെ പാരഗ്രാഫിൽ നൽകിയിരിക്കുന്നു.
മാതാ അക്സമത് ഇറാസിങ്കാൾ, ഇറാസിങ്കാൾ എന്താണ് ഉറപ്പിച്ചത്, എന്താണ് അവൾ തീരുമാനിച്ചത്? അക്സമത് ഇറാസിങ്കാൾ, വേണമെങ്കിൽ ഇറാസിങ്കാൾ എന്ന് കൂടി എഴുതാം. അക്സമത് ഇറാസിങ്കാൾ ചോദ്യത്തിലേ ഉണ്ടല്ലോ. അക്സമത് ഇറാസിങ്കാൾ ബിത്തഗല്ലുബി അലൽ ഇആഖാതി വലൻ തഹ്റബ മിൻ ഹവാദിസിൽ ഹയാതി വകവാരിസി. ആ പാരഗ്രാഫ് ആ സെന്റൻസ് തീരുന്നത് വരെ അവർക്ക് നീട്ടി അങ്ങ് എഴുതിയാൽ മതി. അക്സമത് ബിത്തഗല്ലുബി അലൽ ഇആഖാതി വലൻ തഹ്റബ മിൻ ഹവാദിസിൽ ഹയാതി വകവാരിസിഹ. ഇനി അക്സമത് ബിത്തഗല്ലുബി അലൽ ഇആഖാത്ത് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ഒരുപക്ഷെ മുഴുവൻ മാർക്ക് കിട്ടിയെന്നും വന്നേക്കാം. കാരണം അതിൻ്റെ വിശദീകരണമാണ് അടുത്ത വാക്കുകളിലും ഉള്ളത്. ഏതായിരുന്നാലും അത് മുഴുവനായിട്ട് എഴുതുന്നതാണ് പൂർണ്ണമായ ഉത്തരം. ഉക്തുബ് മുഫ്രദ് കവാരിസ്. ഉക്തുബ് എഴുതുക, മുഫ്രദ് ഏകവചനം എഴുതുക, കവാരിസ് എന്നതിൻ്റെ ഏകവചനം എഴുതുക. കാരിസത്തുൻ എന്നാണ് കവാരിസ് എന്നതിൻ്റെ മുഫ്രദ്, കാരിസത്തുൻ. 11ാമത്തെ ചോദ്യം, ഉദ്ഖില റജുലാനി ഫിൽ മുസ്തഷ്ഫ. ഉദ്ഖില പ്രവേശിപ്പിക്കപ്പെട്ടു അഥവാ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു, റജുലാനി രണ്ട് പുരുഷന്മാർ, ഫിൽ മുസ്തഷ്ഫ ഒരു ആശുപത്രിയിൽ 2 പേർ പ്രവേശിപ്പിക്കപ്പെട്ടു. കാന യഖ്ലിയാനി അൽ വഖ്ത്, അവർ 2 പേരും സമയം ചെലവഴിക്കുകയായിരുന്നു. ഫിൽ കലാമി സംസാരത്തിൽ, നമ്മൾ സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ സമയം കളയായിരുന്നു. വയുശാത്തിറാനി അവർ പരസ്പരം പങ്കുവെച്ചു. അൽ അസ്റാർ അവരുടെ രഹസ്യങ്ങൾ. വൽ ഹുമൂം അവരുടെ പ്രയാസങ്ങൾ. വൽ അഹ്സാൻ അവരുടെ ദുഃഖങ്ങൾ. അതൊക്കെയാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്, പരസ്പരം ഷെയർ ചെയ്യുന്നത്. അഇദ് അൽ ഹിവാർ, അഇദ തയ്യാറാക്കുക, അൽ ഹിവാർ സംഭാഷണം. ബൈനഹുമ അവർ തമ്മിലുള്ള ആ സംഭാഷണം നീ തയ്യാറാക്കുക. മിൻ ഖയാലിക് നിന്റെ ഭാവനയിൽ നിന്ന്. അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 2 പേർ, അവർ 2 പേരും രോഗികളാണ്. ആ രോഗികളാണ് പരസ്പരം സംസാരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് സംസാരിക്കുക? രോഗത്തെക്കുറിച്ച് അവർ സംസാരിക്കും. എങ്ങനെ ആ രോഗം വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒരാൾ അതിന് കാരണം പറയും. രോഗം മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പലരും പല രൂപത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരം വിശദീകരിക്കുന്നില്ല. അത് വളരെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ വാചകങ്ങൾ തെറ്റില്ലാതെ, ഗ്രാമർ തെറ്റില്ലാതെ നമ്മൾ എഴുതിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പരിഗണിക്കുക. നമുക്കറിയാം സംസാരം ആരംഭിക്കുന്നത് ഒന്നുകിൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, പിന്നെ കൈഫൽ ഹാൽ, സൈൻ അൽഹംദുലില്ല എന്ന് പറയാം. അവസാനിക്കുമ്പോൾ ശുക്രൻ എന്ന് പറയും. അപ്പം മറ്റേയാൾ അഫവൻ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനിടയിലുള്ള കാര്യങ്ങൾ ഓരോരുത്തരും അവരുടേതായ ചിന്തകൾ വെച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരം ഞാൻ വിശദീകരിക്കുന്നില്ല. 12ാമത്തെ ചോദ്യം, കമ്മിലിൽ ഫറാഗ് ബിസ്തിഖ്ദാമിൽ ലമാഇറിൽ മുലായിമ മിനൽ ഹിലാലൈൻ. കമ്മിൽ പൂർത്തീകരിക്കുക, പൂരിപ്പിക്കുക. അൽ ഫറാഗ് വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ബിസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട്. അൽ ലമാഇർ ലമീറുകൾ ഉപയോഗിച്ചുകൊണ്ട്. ലമീറുകളാണ് താഴെ കാണുന്ന ഹിയ, ഹുമ, ഹുന്ന, ഹുവാഹും, അതാണ് ലമീറുകൾ. ആ ലമീറുകൾ ഉപയോഗിച്ചുകൊണ്ട്. അൽ മുലായിമ യോജിച്ച ലമീറുകൾ ഉപയോഗിച്ചുകൊണ്ട്. മിനൽ ഹിലാലൈനി ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച ലമീറുകൾ ഉപയോഗിച്ചുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഏതൊക്കെയാണ് ബ്രാക്കറ്റിലുള്ള ലമീറുകൾ? ഹിയ, ഹുമ, ഹുന്ന, ഹുവ, ഹും. ഇപ്പം വായിച്ചു നോക്കാം. ജാബിറുൻ ദാരിസുൻ ഡേഷ് യദുറുസു ഫി സഫിൽ ആശിർ. ജാബിറുൻ ദാരിസുൻ, ജാബിർ ഒരു വിദ്യാർത്ഥിയാണ്. ഡേഷ് യദുറുസു പഠിക്കുന്നു. ഫി സഫിൽ ആശിർ 10ാം ക്ലാസ്സിൽ. അപ്പോൾ ജാബിർ മുകളിലുള്ള ഏതാണ് ആ വിട്ട ഭാഗത്ത് ചേർക്കാൻ പറ്റുക? അവൻ പഠിക്കുന്നു എന്നാണ്. യദുറുസു പഠിക്കുന്നു. ഹുവ എന്നാണ് അവിടെ ചേർക്കേണ്ടത്. കാരണം ജാബിറിനെ കുറിച്ചാണല്ലോ പറഞ്ഞ, ഒരു ആണിനെ കുറിച്ചാണ്. ഹുവ യദ്റുസു ഫി സഫിൽ ആശിർ. ഉഖ്തുഹു ഫാത്തിമ അവന്റെ സഹോദരി ഫാത്തിമ. തദ്റുസു പഠിക്കുന്നു. ഫി സഫിൽ താമിൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഫാത്തിമയെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹിയ, ഉഖ്തുഹു ഫാത്തിമ, ഹിയ അവൾ, തദ്റുസു പഠിക്കുന്നു. ഫി സഫിൽ താമിൻ 8ാം ക്ലാസ്സിൽ. പിന്നെ ഒരു ഡേഷ് കഴിഞ്ഞ് യദ്ഹബാനി അവർ 2 പേരും പോകുന്നു. ഇലൽ മദ്രസ സ്കൂളിലേക്ക് മാഷിയൻ നടന്നുകൊണ്ട്. അപ്പൊ യദ്ഹബാനി എന്നാണ് പറയുന്നത്. അവർ 2 പേരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ അതിന് മുമ്പുള്ള വിട്ട ഭാഗത്ത് ഏതാണ് ചേർക്കേണ്ടത്? ഹുമാ എന്നാണ്. ഹുമാ യദ്ഹബാനി അവർ 2 പേരും പോകുന്നു. ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് മാഷിയൻ നടന്നുകൊണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഹുവ എന്നും
രണ്ടാമത്തെടുത്ത് ഹിയ എന്നും മൂന്നാമത്തതിൽ ഹുമ എന്നുമാണ് എഴുതേണ്ടത്. ഹുവ, ഹിയ, ഹുമാ. 13ാമത്തെ ചോദ്യം, ഇഖ്റ വക്തശിഫ് മഖാതിറൽ വജബാത്തി സരിഅ മിനൽ ആതിയ. ഇഖ്റ വായിക്കുക, വക്തശിഫ് എന്നിട്ട് കണ്ടുപിടിക്കുക, മഖാതിറൽ വജബാത്തി സരിഅ ഫാസ്റ്റ് ഫുഡിന്റെ അപകടങ്ങൾ. മഖാതിർ അപകടങ്ങൾ, അൽ വജബാത്തി സരിഅ ഫാസ്റ്റ് ഫുഡിന്റെ, മിനൽ ആതിയ താഴെ കൊടുത്തതിൽ നിന്ന് ഫാസ്റ്റ് ഫുഡ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുക. ഇതിൽ ചിലത് ഫാസ്റ്റ് ഫുഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, ചിലത് അതിൽ പെടാത്തതാണ്. ഏതൊക്കെയാണ് ഫാസ്റ്റ് ഫുഡ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്ന് കാണുക. 1. അലിഫ് ഇർത്തിഫാഉ ലഗ്തിദ്ദം, ബ്ലഡ് പ്രഷർ ഉയരും, രക്തസമ്മർദ്ദം ഉയരും. ശരിയാണ്, ഇർത്തിഫാ ഉയരും, ലഗ്തിദ്ദം ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം, അത് ശരിയാണ്. അത് ശരീരത്തിന് വലിയ അപകടവും ഉണ്ടാക്കും. ബ ഫഖറുദ്ദമി അഥവാ അനീമിയ ഇൻദൽ അത്ഫാൽ, കുട്ടികൾക്ക് അത് അനീമിയ ഉണ്ടാക്കും അഥവാ രക്തക്കുറവ് കുട്ടികളിൽ ഉണ്ടാകും, അതും ശരിയാണ്. ഇനി ജീമ് അൽ ഹൽമു സരിഅ, പെട്ടെന്ന് ദഹിക്കും, അതല്ല ദഹനക്കേടാണ് ഉണ്ടാവുക, അതുകൊണ്ട് ജീമ് തെറ്റാണ്. 4 സലാമത്തുൽ ജിസ്മ്, ശരീരത്തിന് സുഖം, ശരീരത്തിന് സുഖം അല്ല ഉണ്ടാവുക, അതുകൊണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അപ്പോൾ ദാലും തെറ്റാണ്. ജീമും തെറ്റ്, ദാലും തെറ്റ്. ഹാ തുസബിബ് സർത്താൻ, അത് ക്യാൻസറിന് കാരണമാകും, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അലിഫ് ബാ ഹാ ഇർത്തിഫാഉ ലഗ്തിദ്ദം, ഫഖറുദ്ദം, അനീമിയ ഇൻദൽ അത്ഫാൽ, പിന്നെ തുസബിബ് സർത്താൻ, ഈ 3 അതിൽ ശരിയായിട്ടുള്ളത്. ജീമും ദാലും എഴുതരുത്, അത് രണ്ടും തെറ്റാണ്. 14ാമത്തെ ചോദ്യം, കമ്മിലിൽ ഫറാഗ് ബിഖ്തിയാരിൽ അഫ്ആലി സ്വഹീഹ മിനൽ ഹിലാലൈൻ. കമ്മിൽ പൂരിപ്പിക്കുക, അൽ ഫറാഗ് വിട്ട ഭാഗം, ബിഖ്തിയാരി തെരഞ്ഞെടുത്തുകൊണ്ട്, അൽ അഫ്ആലി അസ്വഹീഹ ശരിയായ ഫീലുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. മിനൽ ഹിലാലൈനി ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഫീലുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1ാമത്തെ അലിഫ് നോക്കാം. അദ്ദാരിസൂന വിദ്യാർത്ഥികൾ, ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്. അപ്പൊ അദ്ദാരിസൂൻ എന്നാണ് വിദ്യാർത്ഥികൾ. ദാരിസ് എന്നാൽ വിദ്യാർത്ഥി, ദാരിസൂൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. ജം ആണ്, കുറെ പേരുണ്ട്. അപ്പൊ അതിനോട് യോജിച്ചത് ഏതാണ്? തക്തുബാനി എന്ന, നമുക്ക് ആ ബ്രാക്കറ്റ് നോക്കാം. തക്തുബാനി എന്ന് പറഞ്ഞാൽ അവർ 2 പേര് എഴുതുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ യോജിക്കില്ല, കുറെ പേർ എന്ന അർത്ഥം കിട്ടണം. യദ്ഹബൂന അവർ പോകുന്നു, ശരിയാണ്, അത് ഇവിടെ യോജിക്കും. അപ്പൊ അദ്ദാരിസൂന യദ്ഹബൂന ഇലൽ മദ്രസത്തി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നു, അപ്പൊ യദ്ഹബൂന എന്നതാണ് അവിടെ ചേരുക. അൽ മരീലത്തു രോഗി അല സരീരി കട്ടിലിന്മേൽ, തനാമു ഉറങ്ങുന്നു. ഇവിടെ മരീലത്ത് എന്നാണ്, ഒരു പെണ്ണായ രോഗിയാണ്, അപ്പൊ സ്ത്രീയാണ്. അപ്പൊ യനാമു എന്നല്ല തനാമു എന്നാണ് വേണ്ടത്. അപ്പൊ തനാമു എന്നതാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. അൽ മരീലത്തു തനാമു അല സരീരി, അപ്പൊ തനാമു. അപ്പൊ യദ്ഹബൂന 1ാമത്തതിൽ, 2ാമത്തതിൽ തനാമു. ഇനി ജീമു നോക്കാം. അത്വാലിബത്താനി 2 വിദ്യാർത്ഥിനികൾ, ഡേഷ് അദ്ദർസ് പാഠം, 2 വിദ്യാർത്ഥിനികൾ പാഠം എഴുതാണോ വായിക്കുകയാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം ഇതിൽ ഈ ഹിലാലൈനി നമ്മൾ നോക്കുമ്പോൾ അഥവാ ഈ ബ്രാക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ വാക്ക് തക്തുബാനി അവർ 2 പേരും എഴുതുന്നു, അവസാനത്തെ വാക്ക് യഖ്റഊന അവർ കുറെ പേർ വായിക്കുന്നു എന്നാണ്. അപ്പൊ അതിൽ ഏതാണ് നമ്മൾ അവിടെ ചേർക്കുക? ഇവിടെ 2 പെൺകുട്ടികളാണ്. ഇപ്പൊ യഖ്റഊന എന്ന് പറഞ്ഞാൽ അവർ കുറെ ആണുങ്ങൾ, കുറെ പുരുഷന്മാർ വായിക്കുന്നു എന്നാണ്. അതല്ലല്ലോ, ഇവിടെ 2 പെൺകുട്ടികളുടെ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ അതിനോട് യോജിച്ച തക്തുമാനി ആ 2 പെൺകുട്ടികൾ എഴുതുന്നു എന്ന വാക്ക് തന്നെയാണ്. അപ്പൊ അത്വാലിബത്താനി തക്തുബാനി അദ്ദർസ. അപ്പൊ 1ാമത്തത് യദ്ഹബൂന, 2ാമത്തതിൽ തനാമു, 3ാമത്തത് തക്തുബാനി. ഇനി 15ാമത്തെ ചോദ്യം, കമ്മിലിൽ ജുമല കമാ ഫിൽ മിസാൽ. കമ്മിൽ പൂർത്തിയാക്കുക, അൽ ജുമല സെന്റൻസുകൾ, കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഈ ഉദാഹരണം തന്നിരിക്കുകയാണ്.
അതുപോലെ ഈ സെന്റൻസുകൾ, താഴെയുള്ള സെന്റൻസുകൾ പൂരിപ്പിക്കുക എന്നാണ്. ഇതിൽ യഥാർത്ഥത്തിൽ മുലാഫ് മുലാഫുൻ ഇലൈഹി എന്ന ഭാഗമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അതറിയില്ലെങ്കിൽ പോലും എഴുതാൻ പറ്റുന്ന വിധം ലളിതമാക്കിയിട്ടാണ് ഇവിടെ ചോദ്യം ഈ ഭാഗം നൽകിയിരിക്കുന്നത് ചോദ്യപേപ്പറിൽ. നോക്കാം. അൽ മിസാൽ, ഈ ഉദാഹരണം നോക്കാം. ലഇബൽ ഔലാദു, കുട്ടികൾ കളിച്ചു, ആൺകുട്ടികൾ കളിച്ചു, ഫി ബ്രാക്കറ്റിൽ അൽ മൈദാൻ അൽ മദ്രസ എന്ന് നൽകിയിരിക്കുന്നു. അതെങ്ങനെയാക്കണം? ലഇബൽ ഔലാദു ഫി മൈദാനിൽ മദ്രസതി, മൈദാനിൽ മദ്രസ സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്നാക്കിയിരിക്കുന്നു. അപ്പോൾ എന്തെല്ലാം മാറ്റമാണ് അവിടെ വരുത്തിയിരിക്കുന്നത് എന്ന് ഏതൊരാൾക്കും, അർത്ഥമറിയാത്ത ആൾക്ക് പോലും നോക്കിയാൽ മനസ്സിലാകും. അൽ മൈദാൻ എന്നതിലെ അൽ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തതിലെ അൽ ഒഴിവാക്കി, രണ്ടാമത്തതിൽ അൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്നാണ്. ഇനി നമ്മൾ താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഹാദ ബ്രാക്കറ്റിൽ അൽ കിതാബു അൽ മുദരിസു എന്നാണ്. അപ്പോൾ ഹാദ കിതാബുൽ മുദരിസ്, അൽ കിതാബ് എന്നതിലെ അൽ ഒഴിവാക്കുക, രണ്ടാമത്തതിൽ അൽ അവിടെ തന്നെ നിലനിർത്തുക. അപ്പോൾ കിതാബു അൽ മുദരിസ്, അൽ മുദരിസി എന്ന് എഴുതിയാൽ കൂടുതൽ ശരിയായി. ഇനി ഹർക്കത്ത് ഇട്ടില്ലെങ്കിലും വിഷയമില്ല എന്ന് ഇവിടെ മുകളിൽ നൽകിയ ഉദാഹരണത്തിൽ കാണാം. കിതാബുൽ മുദരിസി, ആദ്യ അൽ കിതാബു എന്നതിലെ അൽ ഒഴിവാക്കുക, രണ്ടാമത്തത് അതുപോലെ തന്നെ നിലനിർത്തുക. അപ്പോൾ മുദരിസു എന്ന് എഴുതാൻ പാടില്ല, കിതാബുൽ മുദരിസി എന്നാണ് എഴുതേണ്ടത്. ജലസ തുല്ലാബു ഫി, ജലസ ഇരുന്നു, ആ തുല്ലാബു വിദ്യാർത്ഥികൾ, ഫി എവിടെ ഇരുന്നു എന്നാണ്. അൽ ഖാഅത്തു അൽ മദ്രസത്തു, സ്കൂളിന്റെ മുറ്റത്ത് ഇരുന്നു എന്നാണ്. അൽ ഖാഅത്തു എന്നതിലെ അൽ ഒഴിവാക്കുക, അപ്പോൾ ഖാഅത്തു എന്നായി. അൽ മദ്രസയിലെ അൽ അങ്ങനെ തന്നെ നിലനിർത്തുക. അപ്പോൾ അൽ ഖാഅത്തു എന്നതിലെ അൽ ഒഴിവാക്കി ഖാഅത്തുൽ മദ്രസത്തി എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തത് റഫഅൽ മുദീറു, മുദീർ ഉയർത്തി, ഇന്ത്യൻ പതാക ഉയർത്തി എന്നാണ്. അലം, അൽ അലം എന്ന് പറഞ്ഞാൽ കൊടി, പതാക. അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഇന്ത്യയുടെ കൊടി എന്നാണ് ആക്കേണ്ടത്. അപ്പോൾ അതിന് അൽ അലമു എന്നതിലെ അൽ ഒഴിവാക്കുക, അലമൽ ഹിന്ദി. അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതിലൊക്കെ രണ്ട് വാക്കുകളുണ്ട്, അതിൽ ആദ്യത്തതിലെ അൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ അലിഫിൽ കിതാബുൽ മുദരിസി, രണ്ടാമത്തത് ഖാഅത്തുൽ മദ്രസത്തി, മൂന്നാമത്തത് അലമൽ ഹിന്ദി. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി സിർറു നജാഹ് എന്ന അധ്യായത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ്. ഇഖ്തർ അത്തസ്രീഹാത്ത് അസ്വഹീഹ മിന താലിയ, ഇഖ്തർ തിരഞ്ഞെടുക്കുക, അത്തസ്രീഹാത്ത് പ്രസ്താവനകൾ, അസ്വഹീഹ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, മിന താലിയ താഴെ നിന്ന്. അഅലമു മഖ്തുറാത്തി, എൻ്റെ കഴിവുകൾ ഞാൻ അറിയുന്നു, വ ഉനശ്ശിതുഹ എന്നിട്ട് ഞാൻ അതിനെ പരിപോഷിപ്പിക്കുന്നു. അതൊരു ശരിയായ കാര്യമാണല്ലോ, അങ്ങനെ ചെയ്യണമെന്നാണ് പാഠത്തിലുള്ളത്. അപ്പോൾ അത് ശരിയാണ്, അത് നമുക്ക് എഴുതാം. അൽ മുഹാവലത്തുൽ മുസ്തമിറ, നിരന്തരമായ പരിശ്രമം. മുഹാവലത്ത് പരിശ്രമം, അൽ മുസ്തമിറ നിരന്തരമായ പരിശ്രമം. അതാണ് സിർറു നജാഹി, എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അതും ശരിയാണ്, നിരന്തരമായ പരിശ്രമമാണ് വിജയത്തിൻ്റെ രഹസ്യം, അതും ശരിയാണ്. അപ്പോൾ രണ്ടെണ്ണം ശരി. ആരിഫു അന്നൽ ഫൗസ് യഅതി ഇലയ്യ ബിൽ കസ്ൽ, ആരിഫു എനിക്കറിയാം, അന്നൽ ഫൗസ് വിജയം, യഅതി ഇലയ്യ അത് എന്നിലേക്ക് വരും, ബിൽ കസ്ൽ മടി കൊണ്ട്, മടി പിടിച്ചിരുന്നാൽ എനിക്ക് വിജയം കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. അത് തെറ്റാണ്. മടി പിടിച്ചിരിക്കുന്നവന് ഒരിക്കലും തന്നെ വിജയം ഉണ്ടാവുകയില്ല. അപ്പോൾ മൂന്നാമത്തത് തെറ്റാണ്. അസ്സആദത്തു സൗഭാഗ്യം, തുഷ്തറ ബിൽ മാലി പണം കൊണ്ട് വാങ്ങാൻ പറ്റും. സന്തോഷവും സൗഭാഗ്യവും ഒക്കെ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അതും ശരിയല്ല, പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല. അപ്പോൾ നാലാമത്തതും തെറ്റാണ്. ലി ഹദഫുൻ മുഅയ്യനുൻ, എനിക്ക് നിർണിതമായ ലക്ഷ്യമുണ്ട്, അസ്ആലി തഹ്ഖീഖിഹി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തത് ശരി, രണ്ടാമത്തത് ശരി, അവസാനത്തതും ശരി. മൂന്നാമത്തതും നാലാമത്തതും തെറ്റാണ്. ആരിഫ് അന്നൽ ഫൗസ യഅതി ഇലയ്യ ബിൽ കസ്ൽ എന്നത് തെറ്റാണ്. അസ്ആദത്തു തുഷ്തറ ബിൽ മാലി എന്നതും തെറ്റാണ്.
17 മുതൽ 20 വരെയുള്ള ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. 4 ചോദ്യങ്ങളുണ്ട്, അതിൽ 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 17 അഇദ്ദ മുൽസഖൻ, ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അഇദ്ദ തയ്യാറാക്കുക, മുൽസഖൻ ഒരു പോസ്റ്റർ, ലി ഹഫ്ലത്തി യൗമിൽ ഖിറാഅ വായനാ ദിന പരിപാടിക്ക് വേണ്ടി, വായനാ ദിനത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ബി മുസാഅദത്തി സഹായത്തോടെ, അന്നിഖാത്ത് അത്താലിയ താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ. താഴെ നൽകിയിരിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്? അൽ മക്കാൻ, അൽ വഖ്ത്, അത്താരീഖ്, അർ റഈസ്, അൽ ഇഫ്തിതാഹ്. അൽ മക്കാൻ പരിപാടി നടക്കുന്ന സ്ഥലം വേണം, അൽ വഖ്ത് പരിപാടി നടക്കുന്ന സമയം, അത്താരീഖ് അന്നത്തെ ഡേറ്റ്, അർ റഈസ് ആരാണ് പരിപാടിയിലെ അധ്യക്ഷൻ, അൽ ഇഫ്തിതാഹ് പരിപാടിയുടെ ഉദ്ഘാടനം ആരാണ് നിർവഹിക്കുന്നത്, അതൊക്കെ ആ പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. താഴെ നൽകിയിരിക്കുന്ന ഒരു പോസ്റ്റർ, ഇത് മുമ്പ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കാണിച്ച ഒരു പോസ്റ്ററാണ്. എങ്ങനെയാണ് പോസ്റ്ററുകൾ തയ്യാറാക്കുക എന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നല്ലോ. ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോസ്റ്ററാണിത്. ഇത് ഉദാഹരണമായി കൊണ്ട് നൽകിയതാണ്. ഇതിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്, എങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാകും. അപ്പോൾ നമ്മൾ ആദ്യം ഈ പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ഹെഡിങ്ങായി എഴുതേണ്ടത്. ഹഫ്ലത്തും ബി മുനാസിബത്ത് യൗമിൽ ഖിറാഅ എന്ന് നമുക്ക് മുകളിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഹഫ്ലത്തു യൗമിൽ ഖിറാഅ എന്നും എഴുതിയാൽ മതി. അത് ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ, ഹഫ്ലത്ത് യൗമിൽ ഖിറാഅ എന്ന്. അതുപോലെ ഏറ്റവും മുകളിലായിട്ട് എഴുതുക. പിന്നെ എവിടെ വെച്ചാണ് നടക്കുന്നത് ആ സ്ഥലം ഫി എന്ന് എഴുതിയിട്ട് ഫി കാലിക്കോത്ത് എന്നെഴുതാം. അതിന് താഴെയാണ് നമ്മൾ ഡേറ്റ് എഴുതേണ്ടത്. ആ താരീഖ് ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതുക. അതിന് താഴെ നമുക്ക് സമയം എത്ര മണി, 10 മണി, ഫി സാഅത്തിൽ ആശിറ എന്ന് എഴുതാം. അപ്പോൾ മക്കാന്, വഖ്ത്, താരീഖ് നമ്മൾ എഴുതി കഴിഞ്ഞു. അതിന് താഴെ അൽ ദുയൂഫ് എന്ന് ഈ പോസ്റ്ററിൽ കാണുന്നുണ്ടല്ലോ, അത് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. അൽ ദുയൂഫ് പകരം അതിന് താഴെ അത് ഒഴിവാക്കിയ ശേഷം അർ റഈസ് എന്ന് എഴുതുക, അധ്യക്ഷൻ. അധ്യക്ഷൻ എന്ന് എഴുതിയിട്ട് അതിന് നേരെ നമ്മൾ സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്, അതുകൊണ്ട് നാദിറുൽ മദ്രസ, അർ റഈസ് HM ആണ് അധ്യക്ഷനായിരിക്കുന്നത്. അർ റഈസ് എന്ന് എഴുതി അതിന് നേരെ 2 പുള്ളിയിട്ട് നാദിറുൽ മദ്രസ എന്ന് എഴുതാം. അൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ്, റഈസുൽ മജ്ലിസിൽ ഖറബി. അൽ ഇഫ്തിതാഹ് റഈസുൽ മജ്ലിസിൽ ഖറബി എന്ന് എഴുതാം. ഇനി അവസാനം ഇതിൽ കാണുന്ന പോലെ മർഹബൻ ബിക്കും ജമീഅ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പോസ്റ്ററിൽ അല്പം ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇഖ്റ അൻ-നിഖാത്ത് അത്താലിയ വഅഇദ തർജുമത ഹയാത്ത് അസ്സയ്യിദ് CH മുഹമ്മദ് കോയ. ഇഖ്റ വായിക്കുക, അൻ-നിഖാത്ത് പോയിന്റുകൾ, അത്താലിയ താഴെയുള്ള പോയിന്റുകൾ. താഴെ കുറേ പോയിന്റുകൾ തന്നിരിക്കുകയാണ്. വഅഇദ എന്നിട്ട് തയ്യാറാക്കുക, തർജമത ഹയാത്ത് ജീവചരിത്രം, അസ്സയ്യിദ് CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവചരിത്രം തയ്യാറാക്കുക. താഴെ കുറേ പോയിന്റുകളാണ് നൽകിയിരിക്കുന്നത്. CH മുഹമ്മദ് കോയ സാഹിബിനെ സംബന്ധിച്ച് ചില പോയിന്റ്സ് നൽകിയിരിക്കുകയാണ്. അവ ചേർത്തെഴുതി ഒരു ജീവചരിത്രം തയ്യാറാക്കുക, അദ്ദേഹത്തിന്റെ ജീവചരിത്രം തയ്യാറാക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അൽ വിലാദത്തു ജനനം, ബി ഖറിയത്ത് അത്തോളി, അത്തോളി എന്ന ഗ്രാമത്തിൽ ജനനം. എന്നിട്ട് സനത്ത അൽഫിം വത്തിസ്ഇമിയത്തിൻ വസബിയം വൈശ്രീൻ മീലാദിയ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊരു സെന്റൻസ് ആക്കി എഴുതുക? നമ്മൾ പല ജീവചരിത്രങ്ങളും വായിച്ചതാണല്ലോ. അതായത് CH മുഹമ്മദ് കോയ സാഹിബ് 1927 അത്തോളി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അങ്ങനെയാണ് നമ്മൾ ആദ്യ വരി എഴുതുക. അപ്പോൾ അറബിയിൽ നമുക്ക് എഴുതാം വുലിദ, ജനിച്ചു. അസ്സയ്യിദ് CH മുഹമ്മദ് കോയ, വുലിദ അസ്സയ്യിദ് CH മുഹമ്മദ് കോയ ബി ഖറിയത്ത് അത്തോളി സനത്ത അൽഫിം വത്തിസ്ഇമിയത്തിൻ വസബിഇം വൈശ്രീൻ. അത് 1927 തന്നെ ഇതിൽ കാണുമ്പോൾ അങ്ങ് എഴുതിയാൽ മതി. സനത്ത് 1927 മീലാദിയ. അപ്പോൾ ഒരു വരിയായി. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. കാത്തിബുൻ ഖദീറുൻ, കഴിവുറ്റ എഴുത്തുകാരൻ. വസ്വിഹാഫിയുൻ മാഹിറുൻ, നിപുണനായ ഒരു പത്രപ്രവർത്തകൻ. വ ഖതീബുൻ മിസ്ക, നല്ല കഴിവുറ്റ പ്രാസംഗികൻ. ഇതൊക്കെയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ആയിരുന്നു എന്നങ്ങ് എഴുതിയാൽ മതി. കാന ആയിരുന്നു, കാന CH മുഹമ്മദ് കോയ കാത്തിബൻ ഖദീറൻ വസ്വിഹാഫിയൻ മാഹിറൻ
വഖതീബൻ മിസ്ഖാൻ. അപ്പോൾ രണ്ടുപേര് നമ്മൾ എഴുതി. ഒന്നുകൂടി പറയാം. വുലിദ അസയ്യിദ് CH മുഹമ്മദ് കോയ ബി ഖറിയത്ത് അത്തോളി സനത 1927 മീലാദിയ. ഒരു വരിയായി. കാന CH മുഹമ്മദ് കോയ കാത്തിബൻ ഖദീറൻ വസുഹാഫിയൻ മാഹിറൻ വഖതീബൻ മിസ്ഖാൻ. വാലിദുഹു അലി മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അലി മുസ്ലിയാരാണ്. വാലിദത്തുഹു മറിയം, അദ്ദേഹത്തിൻ്റെ ഉമ്മ മറിയമാണ്. അത് അതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. വാലിദുഹു അലി മുസ്ലിയാർ വാലിദത്തുഹു മറിയം. അത് നമ്മൾ ഒരു മാറ്റം വരുത്താതെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് എഴുതാം. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. തഹ്സീസുൽ ജാമിയ കാലിക്കോത്ത്. തഹ്സീസ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക. ജാമിയ കാലിക്കോത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജാമിയ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ലിൽ ഉലൂമി വ ടെക്നോളജിയ സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയും അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സ്ഥാപിക്കൽ, അഥവാ അതിനു വേണ്ടി അദ്ദേഹം പണിയെടുത്തു. ഇനി അടുത്ത പോയിന്റ് കൂടി നോക്കാം. തഅമീമുൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷ വ്യാപകമാക്കി ഫിൽ മദാരിസിൽ ആമ, പൊതുവിദ്യാലയങ്ങളിൽ ബി വിലായത്തി കേരള സംസ്ഥാനത്ത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അറബി ഭാഷ വ്യാപകമാക്കി അത് പഠിപ്പിക്കാൻ ആരംഭിച്ചു. അതാണ്. അപ്പോൾ ഇത് ഈ രണ്ട് പോയിന്റുകളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം ഇജ്തഹദ, അദ്ദേഹം പരിശ്രമിച്ചു. ലി തഅ്സീസിൽ ജാമിയത്തി കാലിക്കൂത്ത് വ ജാമിയ കൂഷിൻ ലിൽ ഉലൂമി വ ടെക്നോളജിയ. പിന്നെ അടുത്ത പോയിന്റ് എഴുതുമ്പോൾ വലി തഅമീമി, വ്യാപകമാക്കാനും ലോകത്തിൽ അറബിയ ഫിൽ മദാരിസിൽ ആമ ബി വിലായത്ത് കേരള, അത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇജ്തഹദ എന്ന് അതിന് മുന്നേ എഴുതി വെക്കുക. ഇജ്തഹദ ലി തഅ്സീസി അൽ ജാമിയത്ത് കാലിക്കൂത്ത് വ ജാമിയ കൂഷിൻ ലിൽ ഉലൂമി വ ടെക്നോളജിയ വലി തഅമീമിൽ ലോകത്തിൽ അറബിയ ഫിൽ മദാരിസിൽ ആമ ബി വിലായത്ത് കേരള. അപ്പോൾ അതുവഴി ഇനി മുഅല്ലഫാത്തിൻ അദീദ, ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് രചനകൾ ഉണ്ട്. അൽ ബിലാദുൽ ഖലീജിയ, റിഹ്ലത്തി ലിൽ ഹജ്ജ്, റിഹ്ലത്തി ഇല ലണ്ടൻ, അസ്വഹാബ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം. ലഹു എന്ന് എഴുതി കൊടുക്കുക അതിൻ്റെ മുന്നിൽ. ലഹു മുഅല്ലഫാത്തിൻ അദീദ, അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് കൃതികളുണ്ട്. മിൻഹ, അതിൽ പെട്ടതാണ് എന്നും കൂടി അതിന് ശേഷം ചേർക്കുക. അൽ ബിലാദുൽ ഖലീജി, റിഹ്ലത്തി ലിൽ ഹജ്ജ്, റിഹ്ലത്തി ഇല ലണ്ടൻ, അസ്വഹാബ. ഇനി അവസാനത്തെ പോയിന്റ് എന്താണ്? അൽ വഫാത്തു ബി താരിഖ്, മരിച്ച ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ തൂഫിയ സയ്യിദ് CH മുഹമ്മദ് കോയ എന്ന് എഴുതിയിട്ട് ബി താരീഖ് എന്നങ്ങ് ഒഴിവാക്കുക. ഫി എന്ന് എഴുതിയതിനു ശേഷം ആ ഡേറ്റ് എഴുതുക. തൂഫിയ സയ്യിദ് CH മുഹമ്മദ് കോയ ഫി 28/9/1983 എന്ന് എഴുതുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചില 1-2 വാക്കുകൾ ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിത് പൂരിപ്പിക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി വായിക്കാം. വുലിദ അസയ്യിദ് CH മുഹമ്മദ് കോയ ബി ഖറിയത്ത് അത്തോളി സന 1927 മീലാദിയ. കാന CH മുഹമ്മദ് കോയ കാത്തിബൻ ഖദീറൻ വസുഹാഫിയൻ മാഹിറൻ വഖതീബൻ മിസ്ഖാൻ. വാലിദുഹു അലി മുസ്ലിയാർ വാലിദത്തുഹു മറിയം. ഇജ്തഹദ ലി തഅ്സീസിൽ ജാമിയത്ത് കാലിക്കൂത്ത് വജാമിയ കൂഷിൻ ലിൽ ഉലൂമി വ ടെക്നോളജിയ വലി തഅമീമിൽ ലുഗത്തിൽ അറബിയ ഫിൽ മദാരിസിൽ ആമ ബി വിലായത്ത് കേരള. ലഹു മുഅല്ലഫാത്തുൻ അദീദ മിൻഹ അൽ ബിലാദുൽ ഖലീജിയ, റിഹ്ലത്തി ലിൽ ഹജ്ജ്, റിഹ്ലത്തി ഇല ലണ്ടൻ, അസ്വഹാബ. തൂഫിയ അസയ്യിദ് CH മുഹമ്മദ് കോയ ഫി 28/9/1983. വളരെ സിമ്പിളായിട്ട് നമുക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാം. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. 19ാമത്തെ ചോദ്യം, അഅദ്ദ മുദക്കിറത്തൻ, ഒരു മുദക്കിറ തയ്യാറാക്കുക, കുറിപ്പ് തയ്യാറാക്കുക. അൻ മദ്രസതിക, നിന്റെ സ്കൂളിനെ സംബന്ധിച്ച്, മുസ്തഖ്ദിമൻ, ഉപയോഗിച്ചുകൊണ്ട്, അൻ നിഖാത്ത് അത്താലിയ, താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ സ്കൂളിനെ കുറിച്ച് ഒരു മുദക്കിറ, ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്ന പോയിന്റുകൾ? അജ്മലു ബൈത്തിൻ, ഏറ്റവും മനോഹരമായ വീട്. തഖൗ ഫിൽ ഖറിയ, ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. കബീറത്തുൻ, അത് വലുതാണ്. മഷ്ഹൂറത്തുൻ, പ്രസിദ്ധവുമാണ്. മദ്രസത്തുൻ സാനവിയ, സെക്കൻഡറി സ്കൂൾ.
ഹുക്കൂമിയ ഗവൺമെൻറ് സ്കൂളാണ്. തഖദ്ദും ഇലൽ ഉലിയ, ഉന്നതങ്ങളിലേക്കുള്ള മുന്നേറ്റം. അപ്പോൾ ഇതൊക്കെ ഈ വാക്കുകളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ കുറിപ്പ് എഴുതേണ്ടത്. അത് വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടപ്രകാരം വാചകങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഈ പോയിന്റുകളൊക്കെ അതിലുണ്ടായിരിക്കണം. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഭാഗം വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാല പരീക്ഷകളിലെല്ലാം ഇത്തരം ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒന്നുകിൽ സ്വന്തം സ്കൂളിനെ കുറിച്ച് എഴുതാൻ, അല്ലെങ്കിൽ സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് എഴുതാനൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാരഗ്രാഫ് എഴുതി തന്നിട്ടുണ്ടാകും, ഒരു കുറിപ്പ് എഴുതി തന്നിട്ടുണ്ടാകും, നിങ്ങളത് മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് തന്നെ വളരെ ഭംഗിയായി നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനിത് വിശദീകരിക്കുന്നില്ല. 20ാമത്തെ ചോദ്യം അഥവാ അവസാനത്തെ ചോദ്യം, അഇദ്ദ ഇസ്തിഫ്താഅൻ ലിൽ മുഖാബല മഅൽ അദീബ് ബിൻയാമിൻ ബിമുസാഅദതി അന്നിഖാത്ത് അത്താലിയ. അഇദ്ദ തയ്യാറാക്കുക, ഇസ്തിഫ്താഅൻ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക അഥവാ കുറെ ചോദ്യങ്ങൾ തയ്യാറാക്കുക, ലിൽ മുഖാബല ഇന്റർവ്യൂ നടത്താൻ, മഅൽ അദീബ് ബിൻയാമിൻ എന്ന സാഹിത്യകാരനോട് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക. ബി മുസാഅദത്തി സഹായത്തോടെ അന്നിഖാത്ത് അത്താലിയ താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടു കൂടി ബിൻയാമിൻ എന്ന സാഹിത്യകാരനുമായിട്ട് ഇന്റർവ്യൂ നടത്താൻ ഇസ്തിബ്യാൻ എന്നും പറയും, ഇസ്തിഫ്താ എന്നും പറയും. അഥവാ ക്വസ്റ്റ്യനെയർ, കുറെ ചോദ്യങ്ങൾ തയ്യാറാക്കുക. എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്? അൽ ഉസ്റത്ത്, കുടുംബത്തെക്കുറിച്ച് ചോദിക്കണം. കുടുംബത്തെക്കുറിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനാര്, മൻ വാലിദത്തുക, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ അതുപോലെ മൻ അല്ലാഹു ഉസ്റത്തിക്ക, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുടുംബത്തെക്കുറിച്ച് ചോദ്യങ്ങൾ. അദ്ദിറാസത്ത്, പഠനം, നിങ്ങളുടെ പഠനം എവിടെയായിരുന്നു, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഫി അയ്യി മദ്രസത്തിൽ ദറസ്ത, അങ്ങനെ ചോദിക്കാം. പിന്നെ അതുപോലെ സ്കൂളുമായി ബന്ധപ്പെട്ട വേറെയും ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അൽ അമാലുൽ അദബിയ, നിങ്ങളുടെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ചോദിക്കാം. അൽ ജവായിസ്, അദ്ദേഹം നേടിയ അവാർഡുകളെക്കുറിച്ച് ചോദിക്കാം. അൽ മുഅല്ലഫാത്തുൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളെക്കുറിച്ച് ചോദിക്കാം. അൽ മനാസിബ്, അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളെക്കുറിച്ച് ചോദിക്കാം. പല സംവിധാനങ്ങളുടെയും ചെയർമാൻ സ്ഥാനത്തും ഒക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം, അങ്ങനെ ഇരുന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത് ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇത്തരം ചോദ്യങ്ങൾ വരും. അതിൽ ഏതെല്ലാം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എന്നൊക്കെ നമ്മളെ മുമ്പുള്ള ക്ലാസ്സുകളിൽ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ ബിൻയാമീനോട് ചോദിക്കാനാണ് ഇവിടെ പറയുന്നത്. മുകുന്ദനോട് ചോദിക്കാനുള്ള ചോദ്യം മുമ്പ് വന്നിരുന്നു. ഇനി ഏതൊരു സാഹിത്യകാരനോടായിരുന്നാലും അല്ലെങ്കിൽ ആരോടായിരുന്നാലും ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് തന്നെ പഠിച്ചവയാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരോടും നമുക്ക് ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ കുറേ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ മുമ്പ് മനഃപ്പാഠമാക്കിയവ തീർച്ചയായും ഇവിടെയും നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും, എല്ലാ സുഹൃത്തുക്കളും ഈ പരീക്ഷയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.